Step 1. Visit SLCM site. Enter the login credentials. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗൂഗിൾ ക്രോം ബ്രൗസറിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഉപയോഗിച്ചാണ് സൈറ്റിൽ പ്രവേശിക്കേണ്ടത്. സ്റ്റെപ്പ് 2. നോമിനൽ റോൾ പ്രിൻറ്റിംഗ്. Click on the submenu Nominal Role under the main menu FIUGP. Choose the examination, college, program, then click on the Submit button. Click on Print. നോമിനൽ റോളിൽ വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ സീറ്റ് നമ്പർ, അപ്പാർ ഐ ഡി, പേര്, വിദ്യാർത്ഥി തിരഞ്ഞെടുത്ത മുഴുവൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസും ലഭ്യമാണ്. ഹോൾ അലോക്കേഷൻ, ഹോൾ അറേഞ്ച്മെൻറ്റ് മുതലായ പ്രക്രിയകൾക്ക് ഈ നോമിനൽ റോള് സഹായകമാകും. സ്റ്റെപ്പ് 3. ഹോൾ അലോക്കേഷൻ. ഓരോ ദിവസത്തെ പരീക്ഷയ്ക്കും സെപ്പറേറ്റ് ഹോൾ അലോക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ക്ലിക്ക് ഓൺ ദി സബ് മെനു ഹോൾ അലോക്കേഷൻ അണ്ടർ ദി മെയിൻ മെനു FIUGP. ചൂസ് ദി ഹോൾ, ഡേറ്റ്, ടൈം, കോഴ്സ് ആൻഡ് ഇൻവിജിലേറ്റർ. സെലക്ട് ചെയ്ത കോഴ്സിലെ വിദ്യാർത്ഥികളെ ലിസ്റ്റ് ചെയ്യും. ആ ഹോളിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ആ ഹോളിലെ ടോട്ടൽ കപ്പാസിറ്റി, ഫ്രീ സ്പേസ്, അതായത് ആ ഹോളിൽ ഇനി എത്ര പേരെ ഉൾക്കൊള്ളാനാകും, ഇവ കൂടി പരിഗണിച്ച് വേണം ഹോൾ അലോക്കേഷൻ നടത്താൻ. ഫ്രീ സ്പേസ് 15ഉം അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് 15ൽ കൂടുതൽ വിദ്യാർത്ഥികളെയും ആണെങ്കിൽ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹോളിൽ ഒന്നിൽ കൂടുതൽ കോഴ്സുകളെ ഉൾക്കൊള്ളിക്കാനാകും. കൂടാതെ ഒരു കോഴ്സിലെ വിദ്യാർത്ഥികളെ ഒന്നിൽ കൂടുതൽ ഹോളിലും അലോക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരിക്കൽ ചൂസ് ചെയ്ത് ഹോൾ അലോക്കേറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ ആ ദിവസത്തെ പരീക്ഷയ്ക്ക് പിന്നെ അലോക്കേറ്റ് ചെയ്യാൻ ലിസ്റ്റ് ചെയ്യില്ല. SLCMൽ ഓൾറെഡി ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോളുകൾ തന്നെ ഹോൾ അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. SLCMൽ ഇതുവരെയും ഹോൾ ക്രിയേറ്റ് ചെയ്യാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ ഹോൾ മാനേജ്മെൻറ്റ് എന്ന മെയിൻ മെനുവിന് കീഴിൽ വരുന്ന ഹോൾ ക്രിയേഷൻ എന്ന സബ് മെനു ഉപയോഗിച്ച് പുതിയ ഹോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോൾ മാനേജ്മെൻറ്റ് എന്ന മെനു FIUGP എന്ന മെനുവിൻ്റെ സബ് മെനു അല്ല, അത് ഒരു മെയിൻ മെനു തന്നെയാണ്. മുന്നേ എക്സിക്യൂട്ട് ചെയ്ത ഹോൾ അലോക്കേഷൻ പൂർത്തിയായോ എന്ന് പരിശോധിക്കുന്നതിനായി ഹോൾ അലോക്കേഷൻ ലിസ്റ്റ് എന്ന മെനു ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഹോൾ അലോക്കേഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. ഹോൾ അലോക്കേഷൻ മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷം ഹോൾ അലോക്കേഷൻ റിപ്പോർട്ട് എടുക്കാവുന്നതാണ്. ചൂസ് ദി കോളേജ്, എക്സാമിനേഷൻ, എക്സാം ഡേറ്റ് ആൻഡ് എക്സാം ടൈം. വിദ്യാർത്ഥികൾക്ക് അവരവരുടെ എക്സാം ഹോൾ കണ്ടെത്താൻ ഈ റിപ്പോർട്ട് സഹായകമാകും. സ്റ്റെപ്പ് 4. ഫേസിംഗ് ഷീറ്റ് പ്രിൻറ്റിംഗ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റെപ്പ് 3 ആയ ഹോൾ അലോക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ സ്റ്റെപ്പ് 4 ആയ ഫേസിംഗ് ഷീറ്റ് പ്രിൻറ്റിങ്ങിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിക്ക് ഓൺ ദി സബ് മെനു ഫേസിംഗ് ഷീറ്റ് പ്രിൻറ്റിംഗ് അണ്ടർ ദി മെയിൻ മെനു FIUGP. ചൂസ് ദി കോളേജ്, എക്സാം, എക്സാം ഡേറ്റ്, എക്സാം ടൈം, then ചൂസ് ദി കോഴ്സ് ആൻഡ് ദി ഹോൾ. ഹോൾ ടൈറ്റിലിൽ ഓൾ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കോഴ്സിൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഫേസിംഗ് ഷീറ്റ് ഒരുമിച്ച് ലഭിക്കും. അതായത് വിവിധ ഹോളിലെ ഒരേ കോഴ്സിലെ ഫേസിംഗ് ഷീറ്റ് ഒരുമിച്ച് ലഭിക്കും. ഹോൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഫേസിംഗ് ഷീറ്റ് ലഭിക്കും. ഈ ഫേസിംഗ് ഷീറ്റുകളുമായി വേണം ഇൻവിജിലേറ്റർ ഹോളിൽ എത്തേണ്ടത്. ഫേസിംഗ് ഷീറ്റിൽ വിദ്യാർത്ഥിയുടെ പേര്, അപ്പാർ ഐ ഡി, കോഴ്സ് കോഡ്, കോഴ്സ് നെയിം, ഹോൾ ടിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ സീറ്റ് നമ്പർ, ഈ വിവരങ്ങളുണ്ടാവും. ഇത് പരിശോധിച്ച് തൻ്റേത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വിദ്യാർത്ഥി ഫേസിംഗ് ഷീറ്റ് സ്വീകരിക്കാൻ. ഫേസിംഗ് ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, സിഗ്നേച്ചർ ഇവ രണ്ടും മാത്രം വിദ്യാർത്ഥി രേഖപ്പെടുത്തിയാൽ മതിയാകും.
വിദ്യാർത്ഥി ഫേസിംഗ് ഷീറ്റ് കൈപ്പറ്റിയതിനു ശേഷം ആൻസർ ഷീറ്റിനോടൊപ്പം സ്റ്റേപ്പിൾ ചെയ്ത് അറ്റാച്ച് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫേസിംഗ് ഷീറ്റിൻ്റെ കട്ട് മാർക്കിന് താഴെയായി സ്റ്റേപ്പിൾ ചെയ്യാൻ പാടില്ല. കട്ട് മാർക്കിന് മുകളിലുള്ള 4 കോർണറിലാണ് സ്റ്റേപ്പിൾ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 5. Absentee generation. Click on the submenu Absentee generation under the main menu FIUGP. Choose the date, time and course. സെലക്ട് ചെയ്ത കോഴ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ഡിഫോൾട്ടായി പ്രസൻറ്റ് സ്റ്റാറ്റസിലായിരിക്കും. ആബ്സെൻ്റ് അല്ലെങ്കിൽ മാൽപ്രാക്ടീസ് ആയ വിദ്യാർത്ഥികളെ ചൂസ് ചെയ്ത് ആവശ്യമായ സ്റ്റാറ്റസിലേക്ക് മാറ്റാവുന്നതാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് മാൽപ്രാക്ടീസ് കണ്ടെത്തുന്നതെങ്കിൽ അത് മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ലഭ്യമാണ്. കൺസോളിഡേറ്റഡ് കൗണ്ട് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സ്കാൻ ആൻഡ് ബണ്ടിലിംഗ് പൂർത്തിയാക്കുന്ന സമയം വരെ ആബ്സെൻ്റി സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 6. ബണ്ടിൽ ജനറേഷൻ. FIUGP എന്ന മെയിൻ മെനുവിന് കീഴിലുള്ള റിപ്പോർട്ട്സ് എന്ന സബ് മെനുവിലെ ആബ്സെൻ്റി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ആ കോളേജിൽ അന്ന് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അറ്റൻഡൻസ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. സ്റ്റെപ്പ് 5-ൽ പറഞ്ഞ ആബ്സെൻ്റി ജനറേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ബണ്ടിൽ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബണ്ടിൽ ജനറേഷൻ പരീക്ഷ നടക്കുന്ന അതാത് ദിവസം തന്നെ പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ്. കൂടാതെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗൂഗിൾ ക്രോം ബ്രൗസറിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഉപയോഗിക്കേണ്ടത്. Click on the Bundle Generation submenu under the main menu FIUGP. Choose the date, time, course. ആബ്സെൻ്റ് സ്റ്റാറ്റസ് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. ഫെച്ച് ചെയ്തു വരുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്കാനിംഗ് തുടങ്ങാവുന്നതാണ്. സ്കാനിങ്ങിന് ശേഷം ജനറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബണ്ടിൽ സ്ലിപ്പ് പ്രിൻ്റ് എടുത്ത് ജനറേറ്റ് ചെയ്ത ബണ്ടിലിന് മുകളിൽ വയ്ക്കേണ്ടതാണ്. ബണ്ടിൽ സ്ലിപ്പ് വീണ്ടും റീപ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ ബണ്ടിൽ ലിസ്റ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. FIUGP എന്ന മെയിൻ മെനുവിന് കീഴിലെ റിപ്പോർട്ട്സ് എന്ന സബ് മെനുവിൽ ബണ്ടിൽ സ്ലിപ്പ് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അന്ന് ആ കോളേജിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ ബണ്ടിലുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്.